അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ നമസ്കരിച്ച നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും കബൂലാക്കി അതിന്റെ പ്രതിഫലം ഈ ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകളും മറ്റ് സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ന്യൂനതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ മദീനയിൽ ഒരു സമ്പന്നനായ ഒരു യഹൂദ പണ്ഡിതനുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്നുള്ള എല്ലാ അംഗീകാരവും, നബിയാണ് എന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ആ പണ്ഡിതന് മനസ്സിലായിരുന്നു. തൗറാത്തും മറ്റ് ഇതര വേദഗ്രന്ഥങ്ങളും പഠിച്ച ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി. ഈ പറയപ്പെട്ട പ്രവാചകൻ ക്ഷമയുള്ള മനുഷ്യനാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ആ പണ്ഡിതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് സമ്പന്നനായതുകൊണ്ട് കുറച്ച് പണം റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ കടമായി കൊടുക്കുകയുണ്ടായി. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം തിരിച്ചു നൽകേണ്ടതിന് 2 ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു തന്റെ വസ്ത്രത്തിലോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ, ആ പണ്ഡിതൻ ചോദിക്കുന്നു, ഏ മുഹമ്മദേ, നിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിനക്ക് നിറവേറ്റാൻ സാധ്യമല്ലെങ്കിൽ നീ ഒരു പ്രവാചകനാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആ പണ്ഡിതൻ ദേഷ്യത്തോടുകൂടി സംസാരിക്കുകയും ഇത് കണ്ട മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ആ മനുഷ്യനോട്, ആ പണ്ഡിതനോട് പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് അനുസരിക്കുന്നില്ല എങ്കിൽ നിന്റെ തല ഞാൻ ഇപ്പോൾ കൊയ്യുമായിരുന്നു എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ നിൽക്കുന്ന സദസ്സിൽ ആ പണ്ഡിതനോട് പറയുകയുണ്ടായി. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, ഞാനും ഈ പണ്ഡിതനും നിന്നിൽ നിന്നും ആഗ്രഹിച്ചിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു. നീ ഇങ്ങനെ എടുത്തു ചാടി ദേഷ്യപ്പെടുന്നതല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അവധി എത്തുന്നതിന് മുമ്പേ 2 ദിവസം മുന്നേ വന്ന് എന്നോട് ദേഷ്യത്തിൽ സംസാരിച്ച ആ മനുഷ്യനോട് നീ സ്നേഹത്തോട് ഉപദേശിക്കണമായിരുന്നു. ഞാൻ കടം കൊടുക്കാത്തതിന്റെ പേരിൽ അതിനും എന്നോട് ഉപദേശിക്കണമായിരുന്നു. പകരം വാളെടുത്ത് ഈ മനുഷ്യന്റെ തലയറുക്കുമെന്ന് നീ പറഞ്ഞത് നീ ക്ഷമയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഉമറെ കാണിച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ നോമ്പിലും പരസ്പരം ക്ഷമിക്കുവാനോ വിട്ടുവീഴ്ച ചെയ്യുവാനോ പൊരുത്തപ്പെടാനോ മനസ്സില്ലാതെ നടക്കുന്ന നമ്മൾ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മോശത്തരങ്ങൾ വിളിച്ചു കൈകാലുകൾ കൊണ്ട് ഉന്തിയും തള്ളി തന്റെ നോമ്പിനെ നിഷ്ഫലമാക്കി കളയുന്ന പ്രവർത്തനങ്ങൾ എന്റെയും നിങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അസ്സിയാമു വൽ ഖുർആനു, വിശുദ്ധമായ ഖുർആനും നോമ്പും യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തന്റെ അടിമകൾക്ക് വേണ്ടി ഈ വിശുദ്ധമായ ഖുർആനും നോമ്പും സാക്ഷി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും ഈ നോമ്പ് നമുക്കെതിരെ സാക്ഷിയാകും. നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ നമുക്ക് അനുകൂലമായി സാക്ഷിയാകും. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, اللهم اجعل هذا الشهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا. ഒന്നുകിൽ വിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധമായ റമദാൻ നമുക്ക് പ്രതികൂലമായി റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയും. അനുകൂലമായി സാക്ഷി പറയുവാനും ആ രീതിയിൽ ഇബാദത്തുകൾ നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് മെച്ചപ്പെടുത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ വന്ന മുഴുവൻ ന്യൂനതകളും തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ചോദിക്കുന്ന അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന മഹത്തായ വിശുദ്ധമായ ദിക്റിന്റെ മഹത്വം കൊണ്ട്, ദുആയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നൽകി നമ്മെ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കുകയും ഇനിയുള്ള ജീവിതം, ഇനിയുള്ള നോമ്പുകൾ സൂക്ഷ്മതയോടുകൂടി, ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി, ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ അങ്ങനെ സഹിച്ചും വിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ചും യഥാർത്ഥ മുഅ്മിനായി, മുസ്ലിമായി, നോമ്പുകാരനായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ എല്ലാവരോടും നോമ്പിന്റെ മഹത്വം നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ആ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിതം നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. أستغفر الله العظيم. 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 اللهم صل على سيدنا محمد وعلى آل سيدنا وصل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم اجعل هذا الشهر شريفا عظيما
واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا من الديون والمظالم والنار، ونجنا من النار. ربنا رب ارحمهما كما ربياني صغيرا. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹു ഞങ്ങളുടെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നോമ്പുകാരായിക്കൊണ്ട് നിന്റെ പള്ളിയിലേക്ക് ഒരുമിച്ച് കൂടിയവരാണ് റഹ്മാനേ. അല്ലാഹുവേ എല്ലാവരുടെയും പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാരുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ അല്ലാഹുവേ കൂട്ടുകുടുംബാദികൾ അയൽവാസികൾ അല്ലാഹുവേ അറിവില്ലായ്മയും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായും അല്ലാഹുവേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഈ വിശുദ്ധമായ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. പാപമോചനം നൽകണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. നിന്റെ കാരുണ്യം നൽകണേ അല്ലാഹ്. നിന്റെ സഹായം നൽകണേ അല്ലാഹ്. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ റിസ്ക് നീ വിശാലമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു കൊണ്ടുന്ന തെറ്റുകുറ്റങ്ങൾ കാരണമായി ഞങ്ങൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങളെ ഞങ്ങളിൽ നിന്ന് നീ എടുത്തു മാറ്റല്ലേ റബ്ബേ. അല്ലാഹുവേ എല്ലാവരെയും ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് റബ്ബേ. അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ഒരുപാട് ഉദ്ദേശത്തോടുകൂടി ഒരുമിച്ച് കൂടിയവരാണ് അല്ലാഹ്. ഞങ്ങളെ നീ പാഴാക്കല്ലേ റബ്ബേ. ഞങ്ങളെ ആരെയും നീ നിരാശരാക്കല്ലേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിലെ രോഗികളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ഖുർആൻ ഓതിയ മജ്‌ലിസാണ് റബ്ബേ. സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസാണ് അല്ലാഹ്. ദിക്റുകൾ ചൊല്ലിയ മജ്‌ലിസാണ് റബ്ബേ. നോമ്പുകാർ ഒരുമിച്ച് കൂടിയ മജ്‌ലിസാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുന്നതിന് നീ ഉത്തരം നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങൾ കാരണമായി ശാരീരികമായി വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ മജ്‌ലിസ് അതിനുള്ള സബബാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ കടങ്ങൾ കാരണമായി മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും ഈ മജ്‌ലിസ് ഒരു സലാമത്തിന്റെ കവചമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ നോമ്പ് തുറയുമായി പള്ളിയുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഏതെല്ലാം രീതിയിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് റബ്ബേ. വസ്തുക്കൾ വാങ്ങിച്ചു തന്നവരുണ്ട് അല്ലാഹ്. ശാരീരികമായി പള്ളിയുമായി ബന്ധപ്പെടുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ മാനസികമായി അടുപ്പം കാണിക്കുന്നവരുണ്ട് അല്ലാഹ്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ എല്ലാവരുടെയും നോമ്പുകൾ നീ പൂർണ്ണമായും സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇന്നത്തെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട ആ പ്രിയപ്പെട്ട സഹോദരനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരന്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കച്ചവട മേഖലകളിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ആ കുടുംബത്തിന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ ആ കുടുംബത്തിൽ ആരെങ്കിലും മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഖബറിടം നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരുണ്ട് റബ്ബേ. മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തവരുണ്ട്. പലരും ഇന്ന് ആറടി മണ്ണിലാണ് അല്ലാഹ്. ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്.
അല്ലാഹ്. സ്വർഗ്ഗീയ കവാടങ്ങൾ നീ തുറക്കണേ റബ്ബേ. ഞങ്ങളുടെയും അവരുടെയും ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. സിറാത്ത് എളുപ്പമാക്കണേ അല്ലാഹ്. നരകം നീ ഹറാമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നീ നസീബാക്കണേ റബ്ബേ. അല്ലാഹുവേ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആമീൻ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പ്രതീക്ഷയുടെ കരങ്ങളെ നീ നിരാശരാക്കി മടക്കല്ലേ റബ്ബേ. اللهم لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഈ കണക്ഷൻ ആദ്യം ഊരോട് ഇത് 2000 ആവാനാണ്.